ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം മുന്നിൽ വെച്ച് ഒരു വർഷം നീണ്ട വൈജ്ഞാനിക പ്രവർത്തന സമ്പർക്ക പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ട് നൂറുൽ ഉലമ ഡെയിലിൽ 3 രാപ്പകലുകൾ പ്രൗഢമായ സമ്മേളനത്തിന്റെ പരിസമാപ്തിയിൽ എത്തിക്കൽ കോൺഫറൻസിന്റെ വേദിയിലാണ് നാം ഉള്ളത്. വർത്തമാനകാല യുവതയോട് ഒരു യുവജന പ്രസ്ഥാനത്തിന് എന്താണ് പറയാനുള്ളത്? സമകാലിക സാഹചര്യങ്ങൾ മുന്നിൽ നിർത്തിയും ചരിത്രത്തിന്റെ ഇന്നലകളെ പരിശോധിച്ചും വൈജ്ഞാനികവും ബൗദ്ധികവുമായ വ്യവഹാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും നാളെ നിർമ്മിക്കാനുള്ള ചർച്ചകളാണ് ഈ 3 രാപ്പകലുകളിൽ ഇവിടെ നടന്നത്. പരിശുദ്ധ ഇസ്ലാം യുവത്വത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നാലോചിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിത ചക്രത്തിലെ ഏറ്റവും സമ്പന്നമായ 3 പതിറ്റാണ്ടുകളെയാണ് യുവത്വം എന്ന് നിർണയിക്കുന്നത്. 20 വയസ്സ് മുതൽ 50 വയസ്സുവരെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തെ എങ്ങനെയൊക്കെയാണ് വീക്ഷിക്കുന്നത് എന്ന് നോക്കിയാൽ മനുഷ്യന്റെ പ്രായത്തിലെ പ്രയാണഘട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത് ഫുതുവ, യുവത്വം എന്ന പദപ്രയോഗമല്ല, മറിച്ച് ഖുവ്വ, ശക്തി എന്ന പദപ്രയോഗമാണ്. അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ. യുവത്വത്തെ അടയാളപ്പെടുത്താൻ ഖുർആൻ പ്രയോഗിച്ച വാചകം ശക്തി എന്നാണ്. മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പാരായണം ചെയ്യുന്നു. മൂസ അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും സഞ്ചരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിലെ മതിൽക്കെട്ട് റെഡിയാക്കി കൊടുക്കുന്നു. ആ മതിൽക്കെട്ടിന്റെ അടിയിൽ അനാഥകൾക്കുള്ള സമ്പത്തുണ്ട്. അവരാ സമ്പത്തിനെ ആർജിച്ചെടുക്കുന്ന ഒരു കാലത്തെ നിർണയിക്കാൻ യുവത്വത്തെ പരിചയപ്പെടുത്തുന്ന പ്രാപ്തിയുടെ പ്രയോഗം ബലഗ അശുദ്ധഹു എന്നാണ്. ഒരു പ്രാപ്തിയും ഒരു ശക്തിയുമാണ് യുവത്വത്തിന്റെ പര്യായമായി ഖുർആൻ പ്രയോഗിച്ചു തരുന്നത്. എന്നാൽ ഫത എന്ന പ്രയോഗം സാമൂഹികമായ ഇടപെടലുകളെ നിർണയിച്ചുകൊണ്ട് ഖുർആൻ നടത്തുന്നുണ്ട്. മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം സാമൂഹിക ഘടനകളോട് സംവദിക്കുകയും അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അധർമ്മത്തെ പ്രതിരോധിക്കുകയും ആളുകളുടെ വിചാരങ്ങളെ ശരിയായ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പോൾ അവിടെ ഒരു നിലപാടെടുക്കുകയും ഇടപെടുകയും ചെയ്തയാളെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഉപയോഗിച്ച വാചകം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഖാലൂ സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഫത എന്ന് പ്രയോഗിക്കുന്നു. ഈ ആശയങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ആലോചിച്ചാൽ ശക്തിയുടെയും പ്രാപ്തിയുടെയും കാലത്ത് ദൗത്യ നിർവഹണത്തിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ച യുവാക്കളെയാണ് ഫത അല്ലെങ്കിൽ ഫുതുവയുടെ ആളുകൾ എന്നറിയിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സത്യം ലോകത്തോട് സംബോധന ചെയ്യാൻ വേണ്ടി വന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തവർ അറബ് സമൂഹത്തിലെ യുവാക്കളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ ഈ വെളിച്ചവും കൊണ്ടുവന്നപ്പോൾ ഇവിടെയുള്ള വയോധികർ എന്നെ സ്വീകരിച്ചില്ല, യുവാക്കളാണ് എന്നെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച, സുവിശേഷം ലഭിച്ച പ്രധാനികളായ 10 ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ യുവാക്കളായിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 40-ാമത്തെ വയസ്സിൽ ലോകത്തോട് പ്രബോധനം ആരംഭിക്കുമ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 37 വയസ്സായിരുന്നു. അതിന് താഴെയാണ് ബാക്കിയുള്ള എല്ലാവരും. അശറത്തുൽ മുബശ്ശറയിൽ ഏകദേശം ആളുകളും അതിന് താഴെയുള്ള കൗമാര യൗവന കാലത്തുള്ള ആളുകളായിരുന്നു. അവർ 10 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആർജവത്തോടെ ഉറച്ചു നിൽക്കുകയും ലോകത്തോട് ശക്തമായ ആശയങ്ങളെ വിളിച്ചു പറയുകയും ചെയ്തവരാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്കാലഘട്ടത്തിലെ യുവാക്കളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ചില ആശയങ്ങൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ ശാബ്ബ. അല്ലാഹു തആല എല്ലാ പ്രവാചകന്മാരെയും യുവാക്കളായിട്ടാണ് നിയോഗിച്ചത്. കാരണം എന്തിനും പോരുന്ന ഒരു കാലത്ത് നിർമ്മാണാത്മകമായ യൗവനമാക്കി നിങ്ങളുടേത് മാറ്റണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ചില വിപ്ലവകരമായ ആശയങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇയാൾക്കിത് നടപ്പിലാക്കാനാവുമോ എന്ന് ലോകം നോക്കും. അതിന് കരുത്തുള്ളവരായിരിക്കണം വിളിച്ചു പറയേണ്ടത്. കൃത്യമായ അറിവുകളെ ആർജിക്കാൻ പ്രായമുണ്ട് കഴിഞ്ഞിരുന്ന ആളുകൾ അവരുടെ യുവത്വകാലത്താണ് പണ്ഡിതന്മാരായി മാറിയത്. എന്ന് പറഞ്ഞാൽ പിന്നെയും പഠിച്ചുകൂടാ എന്നല്ല, പഠനം മരണം വരെയും അവസാനിക്കുന്നില്ല. എന്നാൽ ഒരാൾ പണ്ഡിതനായി അടയാളപ്പെടുന്നത് യുവകാലത്താണ്. അതുകൊണ്ട് യുവത്വം അറിവിന് വേണ്ടി വിനിയോഗിക്കണം. അമ്പിയാക്കന്മാർ മുഴുവനും പ്രബോധന വഴിയിലേക്ക് കടന്നു വരുന്നത് യുവാക്കളായിട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യുവത്വം സമൂഹത്തെ നിർമ്മിക്കാൻ വേണ്ടിയായിരിക്കണം. വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നന്മയുടെ കാലങ്ങളെ. എന്നിട്ടായിരുന്നു അവിടെ ഓതിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയിക്കുന്ന സൂക്തം. وقد أخبر الله سبحانه وتعالى به ثم أتى يحيى بن زكريا عليه السلام الحكمة وآتيناه الحكم صبيا. ബഹുമാനപ്പെട്ട സക്കരിയ അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയമായ വെളിച്ചവും തത്വജ്ഞാനവും ലോകത്തെ നയിക്കാനുള്ള പ്രബോധനത്തിന്റെ അടിസ്ഥാന ആയുധങ്ങളെയും നൽകിയത് ചെറുപ്പകാലത്തായിരുന്നു. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് നിരന്തരമായി നമ്മൾ കേൾക്കാറുണ്ട്. ഗുഹാവാസികളായ ആളുകൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അധർമ്മത്തിനെതിരെ ശബ്ദിച്ചവരായിരുന്നു. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാം സമൂഹത്തെ നിർമ്മിക്കാൻ വേണ്ടി ഇറങ്ങിയത് യുവത്വകാലത്തായിരുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അരുതായ്മകൾക്കെതിരെ നിലപാടെടുക്കാനുള്ള ഏറ്റവും വലിയ ഉദാഹരണം നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിലൂടെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. എന്തായിരുന്നു ഏറ്റവും സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ലോക സൗന്ദര്യത്തിന്റെ അർത്ഥവും നൽകപ്പെട്ട മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അതീവ സ്വകാര്യമായ ഒരു നിമിഷത്തിൽ രാജ്ഞിയുടെ മോഹന വലയത്തിന്റെ ചുറ്റുവട്ടത്തിൽ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സുന്ദരനായ ഒരു യുവാവ് ഏറ്റവും സ്വീകാര്യയായ ഒരു വനിതയുടെ ക്ഷണത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ഭാര്യ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിനെ വിളിക്കുന്നു. ആ സമയത്ത് അരുതായ്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കരുത്ത് ലോകത്തിന് മുമ്പിൽ അറിയിക്കുകയാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം.
എന്തിനാണ് ഖുർആൻ എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത്? വർത്തമാനകാലമെന്നല്ല, ഏതു കാലത്തും വൈകാരികതകൾ നിങ്ങളെ കീഴടക്കാൻ ശ്രമിക്കും. ദേഹീയമായ വികാരങ്ങൾ നിങ്ങളെ പല വഴിക്കും ക്ഷണിക്കും. എന്നാൽ ഒരു അരുതായ്മയുടെയും അധർമ്മത്തിന്റെയും കലവലയത്തിലേക്ക് നിങ്ങൾ വീണുപോകരുത്. ധർമ്മത്തിന്റെയും ഇലാഹി വിചാരത്തിന്റെയും ശോഭന വഴിയിലായിരിക്കണം നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നും യുവാവായിരിക്കണമെന്നാണ്. അറബി കവികൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരങ്ങാടിയിൽ യുവത്വം വിൽക്കപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാം കൊടുത്തു ഞാനത് വാങ്ങുമായിരുന്നു. പക്ഷെ അങ്ങനെ വിൽക്കപ്പെടുന്ന ഒരു കാര്യമല്ല. എന്നെങ്കിലും യുവത്വം ഒന്ന് മടങ്ങി വന്നിരുന്നുവെങ്കിൽ എന്ന് അറബി കവികൾ പാടിയത് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും മോഹമായിരിക്കും. ആ ഒരു കാലം വരുമ്പോൾ ആ യുവത്വം ഒന്ന് വന്നിരുന്നുവെങ്കിൽ ഞാൻ ആ യുവത്വത്തോട് ചില വർത്തമാനങ്ങൾ പറയുമായിരുന്നു. എന്താണ് പറയുക? ആരും കേൾക്കാനില്ലാത്ത ഒരു വാർദ്ധക്യത്തിൽ എന്നെ കേൾക്കാൻ എന്റെ യുവത്വം ഒന്ന് മടങ്ങി വന്നിരുന്നുവെങ്കിൽ എന്നാണ് കവി ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണേ, നമ്മൾ ഏറ്റവും പ്രസരിപ്പുള്ള ഒരു കാലത്തിൽ നിന്ന് ക്ഷീണമുള്ള ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരുപക്ഷെ നമ്മളെ കേൾക്കാൻ ആരും ഉണ്ടാവില്ല, ഒപ്പമിരിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നതും നമ്മുടെ യുവത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യുവത്വത്തെ കൃത്യമായി വിനിയോഗിക്കണം എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ സേവ് ചെയ്യണം, സംരക്ഷിക്കണം. ശബാബക ഖബല ഹറമിക്, നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് യൗവനത്തെ നീ കൃത്യമായി കരുതി വെക്കണം. നാളെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും നിർമ്മിക്കാനുള്ള ഒരു കാലമാണ്. നമ്മുടെ പരിസരങ്ങൾ മുഴുവനും ഇരുട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. വർത്തമാനകാലം യുവതയെ ആവശ്യപ്പെടുന്നത് ആർഭാടത്തിലേക്ക് പോകാനല്ല, ആർത്തനാദങ്ങളിലേക്ക് വരാനല്ല, ഉയർന്നു വരുന്ന അപകടങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കരുത്തുള്ള സമുദ്ധാരണത്തിന് ശക്തിയുള്ള ആളുകളുണ്ടോ എന്നാണ് കാലം വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആസുരതയിലേക്ക് ആധുനികത വഴിമാറിക്കൊണ്ടിരിക്കുമ്പോൾ നന്മയിലേക്ക് കൈപിടിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് കാലത്തിന്റെ നാലുപാടുകളിൽ നിന്നും സ്വരമുയരുന്നുണ്ട്. അതിനുത്തരം നൽകാനുള്ള യുവാക്കളുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ വർത്തമാനകാലത്ത് ഈ മഹാസഞ്ചയം, ഈ യുവജന സമ്മേളനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു സംഗമമല്ല, കേവലം ഒരു സമ്മേളനമല്ല. കാലത്തോടുള്ള ചില ഉത്തരങ്ങളാണ്, ജനതയോടുള്ള ചില മറുപടികളാണ്, വർത്തമാനകാല സംവാദങ്ങളോടുള്ള ഇടപെടലുകളാണ്. നമ്മുടെ പരിസരങ്ങൾ ചോദിക്കുന്നുണ്ട്, നശിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ കാത്തു സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുണ്ട് എന്ന് ആയിരങ്ങൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്ന മഹാസംഗമമാണ് SYS ഒരുക്കിയിട്ടുള്ള മഹത്തായ യുവജന സമ്മേളനം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. നാളത്തേക്ക് പലതും കരുതി വെക്കാനുള്ളതാണ്. ഓർമ്മയില്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ യുവത്വം കൊണ്ട് ലോകത്തെന്തായിരുന്നു സ്ഥാപിച്ചത്? ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതായത് ലോകത്തെ ഏറ്റവും ഉത്തമരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിലാഫത്തിനെ എങ്ങനെയാണ് നിർണയിക്കേണ്ടത് എന്ന് അന്ത്യനാൾ വരെയുള്ള ആളുകൾക്ക് വഴി കാണിച്ചു കൊടുത്ത മാർഗദർശനത്തിന്റെ പര്യായമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് സത്യം കൊണ്ട് ജയിക്കേണ്ടത് എന്ന് കാലത്തോട് കർമ്മം കൊണ്ട് അടയാളപ്പെടുത്തുകയും അന്ത്യനാൾ വരെയുള്ള ജനതയുടെ മുമ്പിൽ ഇങ്ങനെയാണ് യുവത്വം കാലത്തെയും ലോകത്തെയും നിർവചിക്കുകയും നിർണയിക്കുകയും വേണ്ടത് എന്ന് കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും അധികാരം കൊണ്ടും അടയാളപ്പെടുത്തിയ നാമത്തിന്റെ പര്യായമാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സമ്പന്നതയുടെ പ്രസരിപ്പിൽ ജീവിക്കുമ്പോഴും എങ്ങനെയാണ് എന്റെ യുവത്വവും സമ്പത്തും വിനിയോഗിക്കേണ്ടത് എന്ന് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒപ്പം സഞ്ചരിച്ചുകൊണ്ടും അരമനയിൽ ജീവിച്ചുകൊണ്ടും കാലത്തിന്റെ അവസാനം വരെ
വായിച്ചെടുക്കാൻ പറ്റുന്ന മധുര അധ്യായങ്ങളെ അടയാളപ്പെടുത്തിയ മഹത്തായ സന്ദേശത്തിന്റെ പര്യായമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ധീരതയോടെ എങ്ങനെയാണ് തമസ്സിനെ വെളിച്ചമാക്കുകയെന്നും ഇരുട്ടിൽ വെളിച്ചം പടർത്തുകയെന്നും കാലത്തിൽ നന്മയെ സ്ഥാപിക്കുകയെന്നും അടയാളപ്പെടുത്തിയ മഹത്തായ ദർശനത്തിന്റെ പര്യായമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. തുടങ്ങിയ ഓരോ സ്വഹാബികളെയും എണ്ണിയാൽ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു, സുഹൈൽ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും പറയാനുള്ളത് എങ്ങനെയാണ് തെറ്റുകൾ നിറഞ്ഞ ഒരു ജനതയെ ശരിയിലേക്ക് കൊണ്ടുവരാനാവുക എന്ന്, എങ്ങനെയാണ് കാലത്തിന്റെ മുഴുവൻ പ്രമേയങ്ങളോടും ഇടപെട്ടുകൊണ്ട് നന്മയെ സ്ഥാപിക്കാനാവുക എന്ന്. പ്രിയമുള്ള ഈ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ അടങ്ങിയിരിക്കാനുള്ളവരല്ല. നമ്മുടെ യുവത്വം നമുക്ക് വേണ്ടി സേവിക്കണമെങ്കിൽ നാം ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കണം, മനുഷ്യകത്തിന് വേണ്ടി പ്രവർത്തിക്കണം. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ലോകത്തേക്കുള്ള ഏറ്റവും വലിയൊരു വൈജ്ഞാനിക പ്രവർത്തനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത്, നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ അവസാനം വരെയും പാരായണം ചെയ്യപ്പെടാൻ സംരക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥത്തെ ചിട്ടയോടെ ലോകത്തിന് കൈമാറാനുള്ള വലിയൊരു ദൗത്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. കാരണം ഇന്നക റജുലുൻ ശാബുൻ ആഖിലുൻ, നിങ്ങൾ ബുദ്ധിമാനായ ഒരു യുവാവാണ്, നിങ്ങൾ ബുദ്ധിമാനായ ഒരു യുവാവാണ്. അതുകൊണ്ട് നിങ്ങളുടെ സേവനം അന്ത്യനാൾ വരെയുള്ള ജനതയ്ക്ക് ആവശ്യമുള്ള ഒരു വൈജ്ഞാനിക ദൗത്യത്തിന് വേണ്ടി, അതിലേറെ ഏറ്റവും വലിയ വിശ്വസ്തതയുടെ കർമ്മത്തിന് വേണ്ടി നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുകയാണ്. ആ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ കരങ്ങളും പ്രൗഢമായ ഓർമ്മയും മനോഹരമായ സേവനവുമാണ് ലോകത്തിൽ നിന്ന് പാരായണം ചെയ്യപ്പെടുന്ന മുസ്ഹഫുകളുടെ മുഴുവനും അടിസ്ഥാന പ്രവർത്തനത്തിൽ പങ്കാളിയായി ബുദ്ധിയും യുവത്വവും ഓർമ്മയും വിനിയോഗിച്ചത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം. കാലത്തിന്റെ ഇന്നലകളിൽ തിരുത്തൽ ശക്തികളായി മാറിയ ഒരുപാട് യുവാക്കളെ നമുക്ക് ഓർമ്മയുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബിയെ മറന്നുകൊണ്ട് ഒരു യുവജന സമ്മേളനം നടക്കില്ല. കാലത്തിന്റെ ഇരുട്ടുകളോട് എല്ലാ നിലയിലും ഇടപെടുകയും അതിജീവനത്തിന്റെ ഉന്നതാധ്യായങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്ത മുഹമ്മദുൽ ഫാത്തിഹ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് മറക്കാനാവില്ല. ഇന്നലകളിലെ ഉജ്ജ്വലമായ യുവതയുടെ ചരിത്രങ്ങളെ വായിക്കാൻ ഏറ്റവും സമ്പന്നമായ ചരിത്രമുള്ള നമ്മൾ, ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നവർ, നാളെ നിർമ്മിക്കാനുള്ള യുവത്വത്തിന്റെ പര്യായങ്ങളാവണം. ഈ 3 രാപ്പകലുകളിൽ നമുക്ക് കിട്ടിയ ഊർജം ലോകത്തെയും കാലത്തെയും നിർമ്മിക്കാനുള്ളതാണ്. അതെ, ഈ കാണുന്ന ജനസഞ്ചയം വിളിച്ചു പറയുന്നത് ഉന്നതന്മാരായ ഉസ്താദുമാരുടെ തണലിൽ നിന്നുകൊണ്ട് കാലത്തിന്റെ ഏതിരുട്ടുകളെയും ഏതസമത്വങ്ങളെയും അതിജയിക്കാൻ ഈ യുവത തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ എത്തിക്കൽ കോൺഫറൻസ് അതിന്റെ മനോഹരമായ ഉജ്ജ്വലമായ വേദിയിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദുമാരിൽ നിന്ന് നമുക്ക് കേൾക്കാം, പുതിയ കാലത്ത് നിർമ്മിക്കാനുള്ള പ്രതിജ്ഞകൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പോകാം. ഈ 3 ദിവസം കഴിയുമ്പോഴും നമുക്ക് പറയാനുള്ളത് I have promises to keep, miles to go before I sleep and miles to go before I sleep. നമ്മുടെ ഈ 3 ദിവസത്തെ താമസം ഒരുപാട് സഞ്ചാരങ്ങളുടെ ആമുഖമാണ്. അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിച്ച് ഉന്നതരായ നമ്മുടെ ഉസ്താദുമാർ, നേതാക്കൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.